ഞാൻ ഡോക്ടർ MP മണി. 2 ദിവസം മുമ്പ് പ്രമേഹത്തിൻ്റെ പുതിയ അറിവുകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കണ്ടതിന് ശേഷം പലരും എന്നോട് പറഞ്ഞത് എന്താണ് പുതിയ മരുന്ന്, ഏഹ്, ഇത് എവിടെ കിട്ടും, ഇതിൽ കിട്ടാൻ ഇങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കുന്നത്. കാലം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും ജനങ്ങൾ മുഴുവൻ ചികിത്സ കേന്ദ്രീകരിക്കുന്നത് അവരുടെ മനസ്സിലാണ്, മരുന്നുകളിലാണ്. അവരുടെ മനസ്സിലുള്ള രൂപം മരുന്നുകളാണ്. ഇപ്പോഴും ഒരുപാട് പേര് നേരത്തെ ഉള്ളതാണ് ചോദ്യങ്ങൾ. പ്രമേഹത്തിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ടോ, ആയുർവേദത്തിൽ മരുന്നുണ്ടോ, ക്യാൻസറിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മരുന്നുകളുണ്ടോ, പുതിയ മരുന്നുകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ. അതുപോലെ ഞാൻ പണ്ട് സർവകലാശാലയിൽ കൊടുത്ത സിദ്ധാന്തം പാസ്സാക്കിയ കാരണം അലർജി അല്ല. അപ്പോൾ അത് വായിച്ചിട്ട് പോലും പറഞ്ഞിട്ട് പോലും ജനങ്ങളിപ്പോഴും ചോദിക്കുന്നത് എന്താണ് താങ്കൾ കണ്ടുപിടിച്ച പുതിയ മരുന്ന് എന്നുള്ളതാണ്. അപ്പോൾ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്തുള്ളവരുടെ അഭിപ്രായം മരുന്നുകളുടെ യുഗം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം അടുത്ത കാലത്തൊന്നും പുതിയ മരുന്നുകൾ ആദ്യ വൈദ്യശാസ്ത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടില്ല. ടൺ കണക്കിന് മരുന്നുകളാണ് മാർക്കറ്റിലുള്ളത്. എന്നിട്ട് ഇവിടെ രോഗികളുടെ എണ്ണം കുറയല്ല, കൂടുകയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ പഠനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത് മരുന്നുകളെ കേന്ദ്രീകരിച്ചല്ല, രോഗം വരുന്ന അല്ലെങ്കിൽ രോഗമുണ്ടാകുന്ന വഴികളിലൂടെയാണ്. അവിടെ തിരുത്തലുണ്ടായാൽ അധികം മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ രോഗം മാറും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ ഈ പുതിയ അറിവ് അച്ചടിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. അമേരിക്കയിൽ ഒരു സർജനായ ഡോക്ടർ ഫ്രാൻസിസ്കോ റുബീനോ ആണ് ഈ രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തിയത്. അദ്ദേഹം മനുഷ്യരിൽ മാത്രമല്ല, അതിന് എലികളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ സുപ്രധാനമായ ഒരറിവ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രമേഹമുള്ള പൊണ്ണത്തടിയുള്ള കുറച്ച് പേരിൽ അവരുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് ശേഖരം നീക്കാൻ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രമേഹം മാറി, പൂർണ്ണമായിട്ട് മാറി. അവിടെയാണ് നമ്മൾ നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങൾക്കുള്ള തിരുത്തൽ വന്നത്. ഒരു ചെറിയ ശസ്ത്രക്രിയ, അത് കീഹോൾ സർജറി ആയിരുന്നു അത്രേ. ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി അവർ കൊഴുപ്പാണ് നീക്കിയത്, പ്രമേഹത്തിന് ചികിത്സിച്ചില്ല. പക്ഷെ പ്രമേഹം അവിടെ മാറി. അതാണ് പുതിയ അറിവിൻ്റെ തുടക്കം. പ്രമേഹമുണ്ടാകുന്നതിന് കാരണം പ്രധാനമായി പൊണ്ണത്തടിയാണ്. അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം, പൊണ്ണത്തടി എന്ന് പറയുന്നതിനേക്കാൾ യാഥാർത്ഥ്യമാണ്. പക്ഷേ പൊണ്ണത്തടി ഇല്ലാത്തവരിലും പ്രമേഹം വരും. അതിന് കാരണമാകുന്നത് മറ്റു കാരണങ്ങളാണ്. അണുബാധ, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ പ്രധാനമായ ഭാഗമായ ചെറുകുടലിൽ ഉണ്ടാകുന്ന ചില ഹോർമോണുകളുടെ പ്രവർത്തനം ഈ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരാൾക്ക് മാനസിക സംഘർഷം ഉയർന്ന നിലയിലായാൽ ഈ ഹോർമോണുകളുടെ നിലയിൽ വ്യത്യാസം വരും. അപ്പോൾ 2-3 ഘടകങ്ങളേ ഉള്ളൂ പ്രമേഹത്തിന്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് അമിതമായി ശേഖരിച്ച് വെച്ചിട്ടുള്ള കൊഴുപ്പ്, 2 അണുബാധ, ഒരു ചെറിയ ഭാഗം വേണമെങ്കിൽ മാനസിക സംഘർഷത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ മരുന്നുകളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. കാര്യമായ മരുന്ന് പ്രയോഗമില്ലാത്തതിൻ്റെ ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ ശാസ്ത്രം ഇപ്പോൾ ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും, എല്ലാ വിഷയങ്ങളിലും. ആ ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് ടൈപ്പ് റൈറ്റർ ഒരു അത്ഭുത വസ്തുവായിരുന്നു, ഇപ്പോൾ അതില്ല. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കമ്പനിക്കാൻ ക്യൂ നിന്നിരുന്നു, അതിപ്പോഴില്ല. അപ്പോൾ പഴയ അറിവുകൾ ഒരുപാട് കാലഹരണപ്പെട്ടു പോയി കഴിഞ്ഞു. അതിന് കാരണം ശാസ്ത്രത്തിൻ്റെ ഈ അതിവേഗം ബഹുദൂരം മുന്നോട്ടുള്ള സഞ്ചാരമാണ്. നമ്മളിപ്പോൾ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യം, നമ്മളിപ്പോഴും ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ, പുതിയ ആയുർവേദ കോളേജുകൾ, പുതിയ ഹോമിയോപ്പതി കോളേജുകൾ, എല്ലാ വിഷയങ്ങളും കോളേജുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ബഹുനില മന്ദിരങ്ങൾ, ഒരുപാട് ഏക്കർ സ്ഥലമാണ് ഒരു കോളേജൊക്കെ ഉണ്ടാകാൻ. അധികം വൈകാതെ തന്നെ ഒരു പക്ഷേ ഡോക്ടർമാർക്ക് പണി പറയുന്ന ഒരു കാലം വരും. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത്രമാത്രം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ, റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് കൃത്യമായ വഴി പറഞ്ഞു തരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തുടക്കം അവിടെയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപക്ഷേ കാലം കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ വിരലടയാളം കൊടുത്താൽ മിനിറ്റുകൾക്കകം അയാളുടെ രോഗനിർണയം ചികിത്സയും ചിലപ്പോൾ നിർദ്ദേശിച്ചെന്ന് വരും. അതിനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ഈ പുതിയ അറിവുകൾ ഒന്നുകൂടി പറയാൻ ഞാൻ ഇന്ന് വന്നത്, ഇത് മരുന്നുകളെ കേന്ദ്രീകരിച്ചല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ നിസ്സാരമാണ്. ഇപ്പോൾ കൊഴുപ്പിൻ്റെ ശേഖരം കളയാൻ ശസ്ത്രക്രിയ അമേരിക്കയിൽ അദ്ദേഹം ഡോക്ടർ ചെയ്തെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ നമ്മളത് ഈ ആഹാരശീലങ്ങളിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കൊഴുപ്പ് ശേഖരിച്ച് വെക്കാൻ സഹായിക്കാത്ത ആഹാരങ്ങൾ, അങ്ങനെ ഒരു ആഹാരശീലം കുറച്ചു കാലം മുന്നോട്ട് പോയാൽ ഈ ശരീരത്തിൽ അമിതമായ കൊഴുപ്പിൻ്റെ ശേഖരം കുറയും. പിന്നെ അണുബാധകളാണ്. അണുബാധകളെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് പുതിയ അറിവുകൾ നിലവിലുണ്ട്. അത് വളരെ ലളിതമാണ്. ഇപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഈ സോപ്പൊക്കെ കഴുകി കളഞ്ഞ് തുറത്തുന്നതിന് മുമ്പ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് കലക്കി അത് ഒഴിക്കുന്നത് പോലും അണുബാധയെ ചേർക്കാൻ നമ്മളൊരു പരിധി വരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ പ്രധാനം നമ്മുടെ ആഹാരശീലമാണ്, വ്യായാമമാണ്, മാനസിക സംഘർഷമില്ലാത്ത അവസ്ഥയാണ്, അണുബാധകളെ ചെറുക്കാനുള്ള ലളിതമായ മാർഗങ്ങൾ. അതൊന്നുകൂടെ പറയുന്നതാണ്. ഒരുപാട് പേര് മരുന്നുകൾ എന്നിപ്പോഴും പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രമേഹം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ അധികം ദിവസമൊന്നും വേണ്ട. അത് പൂർണ്ണമായ നിയന്ത്രണം, പ്രമേഹ രോഗത്തിൻ്റെ മോചനം ബഹുഭൂരിപക്ഷം പേരിലും വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. അതാണ് പറയാനുള്ളത്.